2026 അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് നോട്ടിഫിക്കേഷന്റെ വേക്കൻസി ലിസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ, ITI ഗ്രാജുവേറ്റ്സ് എല്ലാം ഒരുപാട് പേര് കാത്തിരുന്നിട്ടുള്ള ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇതിന്റെ ഒരു വേക്കൻസി ലിസ്റ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വേക്കൻസി കൂടിയോ കുറഞ്ഞോ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കാനായിട്ടാണെങ്കിൽ വേക്കൻസീസ് കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 9,000-ഓളം വേക്കൻസീസ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ ഈ വർഷം ഏകദേശം 11,127 വേക്കൻസീസ് ആണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയ്ക്ക് ഈ വർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വേക്കൻസീസിന്റെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നമ്മുടെ ഈസ്റ്റേൺ കോസ്റ്റ് റെയിൽവേയിലാണ് 1,625 വേക്കൻസീസുമായിട്ട് ഏറ്റവും അധികം വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ സെൻട്രൽ റെയിൽവേ നോക്കിക്കഴിഞ്ഞാൽ 1,400 വേക്കൻസീസ് വരുന്നുണ്ട്. ഇനി സദേൺ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സദേൺ റെയിൽവേയിൽ ഏകദേശം 250 വേക്കൻസീസ്. പക്ഷേ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയിലേക്ക് നോക്കുകയാണെങ്കിൽ 1,531 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ 11,000 വേക്കൻസി എന്ന് പറഞ്ഞാൽ നല്ലൊരു വേക്കൻസി എമൗണ്ട് ആണ്. കഴിഞ്ഞ വർഷം 9,000 വേക്കൻസീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വർഷം 11,000 വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, എല്ലാ വർഷവും എക്സാമിനേഷൻസ് നടത്തുമ്പോൾ വേക്കൻസീസ് കുറഞ്ഞു വരുമെന്ന്. അങ്ങനെയല്ല എന്ന് റെയിൽവേ ഒന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ്. 11,000 വേക്കൻസീസ് നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ റെയിൽവേയുടെ ആ ഒരു അച്ചടക്കത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിനെ കുറിച്ചാണ്. അവർ ഫെബ്രുവരി മാസം ഇതിന്റെ ഒരു നോട്ടീസ് പുറപ്പെടുവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് 2026 ഫെബ്രുവരി ആയപ്പോഴേക്കും കലണ്ടർ പ്രകാരമുള്ള നോട്ടീസ് നമുക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത മാസം മാർച്ചിൽ നമുക്ക് ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷനും വരും. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ആർക്കൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്, എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ് വേണ്ടതെന്ന് ഞാൻ സിമ്പിൾ ആയിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ ഒന്ന് പറഞ്ഞു തന്നേക്കാം. അപ്പോൾ ആദ്യമേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. നിങ്ങൾ ജനറൽ കാറ്റഗറി വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കൂടാതെ OBCക്ക് 3 വർഷം റിലാക്സേഷനും, അതുപോലെ തന്നെ SC/ST ആണെങ്കിൽ 5 വയസ്സ് വരെ ഏജ് റിലാക്സേഷനും ഇതിന് ലഭിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇത് ഫിസിക്കലി വളരെ ഫിറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അതായത് A1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള വിഷൻ 6/6 ഒക്കെ വരുന്ന പക്ക ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇതിന്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് പ്രകാരം എല്ലാ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇത് ലെവൽ 2 പേ ഗ്രേഡിൽ വരുന്ന ഒരു പരീക്ഷയാണ്. അത്യാവശ്യം നല്ല പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ നിങ്ങൾക്ക് റണ്ണിങ് ടൈം ഒക്കെ അനുസരിച്ച് എക്സ്ട്രാ അലവൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഈ ഒരു ജോബുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള പേയ്മെന്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ജോബ് തന്നെയാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി പ്രധാനപ്പെട്ട ചോദ്യം ഇതിന്റെ ഒരു എക്സാമിനേഷന്റെ സ്റ്റേജസിനെ കുറിച്ചാണ്. ഇവിടെ നമുക്ക് ഒരു CBT1, CBT2, അതുപോലെ തന്നെ CBAT ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ എന്നീ സ്റ്റേജുകളിലൂടെയാണ് നമ്മൾ ഇത് കടന്നു പോകേണ്ടത്. അത്യാവശ്യം നല്ല പേ തരുന്ന ഒരു എക്സാം ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റേജസും അതുപോലെ തന്നെ കട്ടിയായിരിക്കും. നമുക്ക് CBT1 നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ക്വാളിഫയിങ് ആയിട്ടുള്ള ഒരു പരീക്ഷയാണ്. നിങ്ങൾ ഇത്ര ശതമാനം മാർക്ക് വാങ്ങിച്ചത് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ CBT1ന് ഏകദേശം നമ്മളുടെ ഒരു വേക്കൻസീസിന്റെ ഒരു 15 ഇരട്ടി ആൾക്കാരെ CBT1 ക്വാളിഫൈ ആക്കാനായിട്ട് വിളിക്കുന്നതാണ്. ഇനി CBT2ലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അഗെയിൻ ഒരു കുറച്ചും കൂടി ടഫാണ്. CBT2ന്റെ സ്കോർ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഇതിനൊരു 8 ടൈംസ്, അതായത് നമ്മുടെ മൊത്തം വേക്കൻസീസിന്റെ ഒരു 8 ടൈംസോളം വരുന്ന ആളുകളെയാണ് CBT2ലേക്ക് വിളിക്കുന്നത്. ഇനി നമ്മുടെ CBAT ടെസ്റ്റ് ഉണ്ട്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അത് വിശദമായിട്ട് നമ്മൾ പറഞ്ഞു തരേണ്ട ഒരു പരീക്ഷയാണ് CBAT ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ റിഫ്ലക്സ്, അതുപോലെ തന്നെ നമ്മുടെ ഒരു റെസ്പോൺസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു CBAT ടെസ്റ്റ് കൂടി നമുക്കുണ്ട്. അപ്പോൾ CBATക്ക് ഒരു 30%, അതുപോലെ തന്നെ ഈ ഒരു CBT2വിന്റെ ഒരു 70%, രണ്ടും കൂടി ആഡ് ഓൺ ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഫൈനൽ സ്കോർ വരാനായിട്ട് പോകുന്നത്. അതിനുശേഷമാണ് നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അതിനുശേഷം നമ്മുടെ മെഡിക്കൽ എക്സാമിനേഷൻ. മെഡിക്കൽ എക്സാമിനേഷൻ നിങ്ങൾ പ്രോപ്പർലി ഫിറ്റ് ആണോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സാമിനേഷൻ ആണ്. അപ്പോൾ A1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ എന്ന് കൂടി മനസ്സിലാക്കിയിരിക്കുക. ഇനി എന്താണ് ഇതിന്റെ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡിമാൻഡ് ചെയ്യുന്നത്? അപ്പോൾ ഏത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ ഉള്ളവർക്കാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് SSLC മസ്റ്റ് ആണ്. 10th ലെവൽ ക്വാളിഫൈഡ് ആയിരിക്കണമെന്ന് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ പ്ലസ് ITI ഡിപ്ലോമ എഞ്ചിനീയറിംഗ്, ഈ 3 ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആക്കിയവർക്കും ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ITI ആണെങ്കിൽ നമ്മൾ നാഷണൽ കൗൺസിൽ ഓഫ് വൊക്കേഷണൽ ട്രെയിനിങ് NCVT അല്ലെങ്കിൽ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് വൊക്കേഷണൽ ട്രെയിനിങ് അംഗീകൃതമായിട്ടുള്ള ഏതെങ്കിലും ഒരു ITI ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഒരു ITI ഗ്രാജുവേറ്റ് ആയിരുന്നാൽ മതി. അതിൽ നമുക്ക് ഫിറ്റർ ട്രേഡ് ആകാം, അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ആവാം, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് ആവാം, മിൽറൈറ്റ് ആവാം, അതല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക്സ് മെക്കാനിക് ആവാം, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ആവാം, വയർമാൻ, ട്രാക്ടർ മെക്കാനിക് എന്നിങ്ങനെ ഏതെങ്കിലും ഒരു ട്രേഡിൽ നിന്നും ITI പാസ് ആയിരുന്നാൽ മതി. ഇത് NCVT അല്ലെങ്കിൽ SCVT റെക്കഗ്നൈസ്ഡ് ആയിരിക്കണമെന്ന് മാത്രം. ഇനി അതല്ല എന്നാണെങ്കിൽ SSLC പ്ലസ് 3 ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ
അല്ലെങ്കിൽ ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള വേരിയസ് സ്ട്രീംസിലുള്ള ആളുകൾക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. കൂടാതെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള ട്രേഡുകളിൽ നിന്നെല്ലാം എഞ്ചിനീയറിംഗ് പാസ് ആയിട്ടുള്ളവർക്കും ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ITI ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി എക്സാം ആണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയുടെ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല ഒരു പൊസിഷനാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ. അപ്പോൾ ആരും മിസ്സാക്കി കളയരുത്. അടിപൊളിയായിട്ട് തന്നെ പ്രിപ്പറേഷൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിലധികം നമ്മുടെ മുന്നിൽ ഇപ്പോൾ പഠിക്കാനായിട്ടുണ്ട്. മാർച്ചിൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുള്ളൂ. എക്സാമിനും ഇനി ഒരുപാട് സമയം നമ്മുടെ മുന്നിലുണ്ട്. സോ മിസ്സാക്കി കളയരുത്. നമ്മളിപ്പോൾ ജോലി ചെയ്യുന്നവർക്ക് പോലും നമ്മുടെ വർക്കിനിടയിലൂടെ പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. കാരണം ഒരുപാട് സമയം നമ്മുടെ മുന്നിലുള്ളത് കൊണ്ട് തന്നെ. കൂടാതെ നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള ടെക്നീഷ്യൻ ലെവലിൽ കിട്ടുന്ന പോസ്റ്റുകൾക്കുള്ള സാലറിയും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ലൈഫ് സെറ്റിൽ ആക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സെൻട്രൽ ഗവൺമെന്റ് ജോലിയിലേക്ക് എത്തിപ്പെടുന്നതാണ്. അതിന് റെയിൽവേ തന്നെ ഇതുപോലൊരു അടിപൊളി അവസരം മുന്നോട്ടേക്ക് വെച്ച് തരുമ്പോൾ ആരും ഇത് മിസ്സാക്കി കളയരുത്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടിട്ടുണ്ടാവും, അത് ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണ്. അതല്ല എന്നാണെങ്കിൽ 8281223366 എന്ന് പറഞ്ഞ നമ്മുടെ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏത് ഫാക്കൽറ്റീസിനോടായിട്ട് വേണമെങ്കിലും ഡയറക്റ്റ്ലി നിങ്ങളുടെ ഡൗട്ടും ക്വയറീസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. കൂടാതെ നമ്മുടെ ഒരു ALPയുടെ വർക്ക്ഷോപ്പും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വർക്ക്ഷോപ്പിന്റെ ഭാഗമാവാനായിട്ടാണെങ്കിൽ നിങ്ങൾ വർക്ക്ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഒന്ന് ജോയിൻ ചെയ്തേക്കാം. എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ ലഭിക്കുന്നതാണ്. കൂടാതെ നമ്മുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റയൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് വേണ്ട സകല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതാണ്. ഇനി ALPയുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നാണെങ്കിൽ നമ്മുടെ ആപ്പിന്റെ ലിങ്ക് കൂടി ഒന്ന് കൊടുത്തിരിക്കാം. അപ്പോൾ ആ ഒരു ലിങ്കിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളുടെ നോട്ട്സും അതുപോലെ തന്നെ ഫ്രീ ക്ലാസ്സസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. അതിനുശേഷം മാത്രം നമ്മുടെ ബാച്ചിലേക്ക് ഒരു അഡ്മിഷൻ എടുത്താൽ മതി. അപ്പോൾ മക്കളെ അടിപൊളിയായിട്ട് നല്ല പഠനം ഇപ്പോഴേ തന്നെ ആരംഭിച്ചോ. നോട്ടിഫിക്കേഷൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാനായിട്ട് നിൽക്കല്ലേ. നമുക്കിനി സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്യാവശ്യം നല്ല രീതിയിൽ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പരീക്ഷയാണ്. പക്ഷേ കോമ്പറ്റീഷനോടൊപ്പം തന്നെ നമ്മൾ പക്കയായിട്ട് ഈ സാധനം പ്ലാൻ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. നിങ്ങൾ പ്ലാൻ ചെയ്തൊന്ന് പഠിച്ചു നോക്കിയാൽ സിമ്പിൾ ആയിട്ട് ഈ സാധനം ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. മറ്റു പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇവിടെ നിന്ന് പഠിച്ചിട്ടാണ് ഈ സാധനം ക്രാക്ക് ആവാത്തത്. പക്കയായിട്ട് വേണ്ട സാധനം മാത്രം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈസിലി നമുക്ക് ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എന്ത് സംശയം വന്നിട്ടുണ്ടെങ്കിലും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ഫോമോ അല്ലെങ്കിൽ ഈ ഒരു നമ്പറിലോ വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.